Hi friends, welcome back to Sana's Edu Tips. Application level questions-ന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. While appearing in an assessment, Devika finds her arousal as energizing, whereas Rajesh finds his arousal as discouraging. Their emotional experiences are most likely to differ with respect to the duration of time, the level of adaptation, the intensity of thought, none of these. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? While appearing in an assessment ടൈമിൽ ദേവിക എന്താണ് എനർജൈസിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, രാജേഷ് ആണെങ്കിലോ ഒരു ഡിസ്കറേജിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദെയർ ഇമോഷണൽ എക്സ്പീരിയൻസസ് ആർ മോസ്റ്റ് ലൈക്ലി ടു ഡിഫർ വിത്ത് റെസ്പെക്ട് ടു എങ്ങനെയായിരിക്കണം? അപ്പോൾ ദി ഡ്യൂറേഷൻ ഓഫ് ടൈമിൻ്റെ ഡ്യൂറേഷൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ ദി ലെവൽ ഓഫ് അഡാപ്റ്റേഷൻ്റെ ബേസിലാണോ, ദി ഇൻറ്റൻസിറ്റി ഓഫ് തോട്ട് ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ നമുക്കറിയാം അസസ്മെൻറ്റ് പ്രത്യേകം പറയുന്നുണ്ട്. സോ ആ ഒരു ടൈം രണ്ടുപേരുടെയും എങ്ങനെയാണ് അവർ ആ ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ വരിക അല്ലേ. സോ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ദി ലെവൽ ഓഫ് അഡാപ്റ്റേഷൻ. അപ്പോൾ ഒരു അസസ്മെൻറ്റ് ടൈം ആ ഒരു പെർട്ടിക്കുലർ സമയം എങ്ങനെ ആ ഒരു സിറ്റുവേഷന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് അഡാപ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ്. സോ ദ ലെവൽ ഓഫ് അഡാപ്റ്റേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് അസൈൻമെൻറ്റ് ഫോർ എ ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റ്? ഓപ്ഷൻസ് നോക്കാം. ആസ്കിങ് ഹിം ഓർ ഹെർ ടു ട്യൂട്ടർ ദ പിയേഴ്സ് ടു ചാനലൈസ് ദ എനർജി ആൻഡ് കീപ് ഹിം ഓർ ഹെർ ബിസി. ഓപ്ഷൻ ബി, മെനി മോർ എക്സസൈസസ് ഓഫ് ദ സെയിം ടൈപ്പ് ഇൻ കമ്പാരിസൺ ടു അതർ സ്റ്റുഡൻസ്, ലെറ്റിംഗ് ഹിം ഓർ ഹെർ ഫിനിഷ് ദ ടെക്സ്റ്റ് ബുക്ക് ഓൺ ഹിസ് ഓർ ഹെർ ഓൺ ബിഫോർ ദി എൻറ്റയർ ക്ലാസ്, ക്രിയേറ്റ് എ പ്രോട്ടോടൈപ്പ് ഓഫ് എ ന്യൂ സയൻസ് ബുക്ക് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് തീംസ്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് പറ്റിയ ഒരു ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് ഈ പറഞ്ഞതിൽ ഏതാണ് എന്നാണ്. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ക്രിയേറ്റ് എ പ്രോട്ടോടൈപ്പ് ഓഫ് എ ന്യൂ സയൻസ് ബുക്ക് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് തീംസ്. അപ്പോൾ ആദ്യത്തെ അല്ലേ എന്നൊരു ഡൗട്ട് വരാം അല്ലേ. അപ്പോൾ ആദ്യത്തെ എന്താ തന്നിരിക്കുന്ന ഓപ്ഷൻ? ആസ്കിങ് ഹിം ഓർ ഹെർ ടു ട്യൂട്ടർ ദ പിയേഴ്സ് ടു ചാനലൈസ് ദ എനർജി ആൻഡ് കീപ് ഹിം ഓർ ഹെർ ബിസി. അപ്പോൾ അതായത് അവർ ഒരു എനർജി, ഗിഫ്റ്റഡായ കുട്ടികളുടെ ആ ഒരു എനർജി എന്ത് ചെയ്യാണ്, തൻ്റെ പിയേഴ്സിനെ ട്യൂട്ടർ ചെയ്യാൻ പറയുന്നു. സോ അതിലൂടെ അവരെ കീപ് ഹിം ഓർ ഹെർ ബിസി, അവരെ ബിസിയാക്കി നിർത്തുന്നു എന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഗിഫ്റ്റഡായ കുട്ടികൾക്ക് ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം കൂടുതലായിരിക്കും. സോ അവർ നമ്മൾക്ക് അവരെ ഒരു എനർജി ചാനലൈസ് ചെയ്ത് വിടണം. സെയിം ടൈം സംതിങ് ക്രിയേറ്റീവ് ആയിട്ട് വേണം അല്ലേ. അല്ല ചുമ്മാ അവരെ ചുമ്മാതെ എന്തെങ്കിലും വർക്ക് കൊടുത്ത് നിർത്തുക, ബിസിയാക്കി വെക്കുക എന്നൊരു രീതിയല്ല അല്ല. അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ എന്താണ് ഗിഫ്റ്റഡായ കുട്ടികളെ നമ്മളിങ്ങനെ സോഷ്യലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ ചെയ്യും. സോ അവർ കുറച്ച് നോളജ് അവർക്ക് കിട്ടും. സോ അങ്ങനെയൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ തന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി അല്ലേ. നോക്കൂ, ക്രിയേറ്റ് എ പ്രോട്ടോടൈപ്പ് ഓഫ് എ ന്യൂ സയൻസ് ബുക്ക് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് തീംസ്. അപ്പോൾ എന്തെങ്കിലും പ്രോട്ടോടൈപ്പ് ഓഫ് എ ന്യൂ സയൻസ് ബുക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കുക സയൻസ് ബുക്കിന് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് തീംസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. ശരിയല്ലേ. ഓപ്ഷൻ ബിയിൽ കുറേ എക്സസൈസ് കൊടുക്കുന്നു, അപ്പോൾ ഇതൊരിക്കലും വരില്ല അല്ലേ. സെയിം ടൈപ്പ് ആയിട്ടുള്ള സംഭവം കൊടുക്കുന്നു. പിന്നെ ലെറ്റിംഗ് ഹിം ഹെർ ഫിനിഷ് ദ ടെക്സ്റ്റ് ബുക്ക് ഓൺ ഹിസ് ഓർ ഹെർ ഓൺ ബിഫോർ ദ എൻറ്റയർ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിന് മുമ്പായിട്ട് അവർ ടെക്സ്റ്റ് ബുക്ക് കാര്യം ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. സോ ഇതൊന്നും കറക്റ്റായിട്ട് വരില്ല അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഡി തന്നെയാണ്, ക്രിയേറ്റ് എ പ്രോട്ടോടൈപ്പ് ഓഫ് എ ന്യൂ സയൻസ് ബുക്ക് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് തീംസ്. അപ്പോൾ അവർ ആ ഒരു എനർജി ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ അവർക്ക് കൂടുതലായിരിക്കും. സോ അതിന് ആ ഒരു രീതിക്ക് തന്നെ ചാനലൈസ് ചെയ്ത് വിടുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? An inclusive classroom is that where there is an active involvement of children in solving as many problems as possible. Teachers create diverse and meaningful learning experiences for every learner. Assessments are repeated till the time every learner achieves minimum grades. Teachers teach from only prescribed books to lessen the burden of the students. ഇപ്പോൾ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് എങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കണം എന്നാണ്. ഇതിൽ വലിയ ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. ഓപ്ഷൻ ബി തന്നെയാണ്. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂം പറയുമ്പോൾ എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ടാവും. സോ ടീച്ചർ ക്രിയേറ്റ് ഡൈവേഴ്സ് ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് ഫോർ എവറി ലേണർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഏറ്റവും ആപ്റ്റ് എന്ത് തന്നെയാണ്? ഓപ്ഷൻ ബി തന്നെയാണ് അല്ല. ബാക്കി ഒന്നും വരാൻ ചാൻസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ആദ്യത്തെ വേണമെങ്കിൽ ഡൗട്ട് തോന്നാം, ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സോൾവിങ് ആസ് മെനി പ്രോബ്ലംസ് ആസ് പോസിബിൾ എന്ന രീതിയാണ്. അപ്പോൾ അതത്ര എന്താ പറയുക ആപ്റ്റായിട്ട് വരുന്നൊരു സംഭവമല്ല അല്ല. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൻ്റെ ഏറ്റവും മീനിങ് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ബി തന്നെയാണ്.
ഓക്കെ അല്ലേ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ? കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആണ്, ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കോൺക്രീറ്റ് ഓപ്പറേഷണൽ ചൈൽഡ് ഈസ് ഏബിൾ ടു conserve and classify. Formal operational child imitation begins an imaginary play. Infancy apply logic and is able to higher thinking. Pre-operational child deductive thought. അപ്പോൾ ഓരോരോ സ്റ്റേജസ്, പിയാഷയുടെ ഓരോ സ്റ്റേജസും ആ സമയത്ത് കുട്ടികളുടെ കുറച്ച് ഫീച്ചേഴ്സ് പോലെ തന്നേക്കുന്നത്. ഏറ്റവും കറക്റ്റായിട്ടുള്ള ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാകുമ്പോൾ എന്താണ്? ചൈൽഡ് ഈസ് ഏബിൾ ടു കൺസേർവും ക്ലാസിഫിക്കേഷനും ഒക്കെ വരുന്നത് ഏതാണ്? കൺസർവേഷൻ എല്ലാം വരുന്നത് എവിടെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അല്ലേ? അപ്പോൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഇമിറ്റേഷനും ഇമാജിനറി പ്ലേസ് എല്ലാം വരുന്നത് അല്ല. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് എല്ലാം വരുന്നത് എന്താണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. പിന്നെ ഇൻഫാൻസി യാതൊരു ബന്ധവും തന്നതുമായിട്ട് അല്ല. ഇതിന് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഡിഡക്റ്റീവ് തോട്ട്. അപ്പോൾ ഇത് മൂന്നും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പിയാഷയുടെ സ്റ്റേജസ് വൃത്തിയായിട്ട് പഠിക്കണം. ഓരോരോ സ്റ്റേജസിലും എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം എടുത്തെടുത്ത് തന്നെ പഠിച്ചേക്കണം. ഓക്കെ. The government of India has started midday meal scheme for the elementary schools. Which of the following theories of motivation support this scheme? Humanistic, behaviorist, social, cultural, cognitive. അപ്പോൾ മിഡ് ഡേ മീൽ സ്കീം ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ തന്ന ഏത് മോട്ടിവേഷൻ തിയറീസ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ ആണ് ഹ്യൂമനിസ്റ്റിക് ആണല്ലേ? ഹ്യൂമനിസ്റ്റിക് എന്താണ് മോട്ടിവേഷൻ തിയറിയിൽ നിന്നാണ് ഈ ഒരു സ്കീമിക്കുള്ള സപ്പോർട്ട് എന്ന് വേണം നമുക്ക് പറയാം. കാരണം നമുക്കറിയാം കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള നീഡാണ് ഫുഡ് എന്ന് പറയുന്നത്. സോ അത് ഫുൾഫിൽ ചെയ്താൽ മാത്രം അവർ ഹയസ്റ്റ് ആയിട്ടുള്ള നീഡ്സ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലേ? അബ്രഹാം മാസ്ലോയുടെ തിയറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ഹ്യൂമനിസ്റ്റിക് എന്നുള്ളത്. ഓക്കെ. A teacher asks his or her students to draw a concept map to reflect their comprehension of a topic. He or she is testing the inability of the students to summarize the main points, trying to develop rubrics to evaluate the achievement of the students, conducting formative assessment, jogging the memory of the students. ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. ടീച്ചർ കുട്ടികളോട് ആസ്ക് ഹിസ് ഓർ ഹെർ സ്റ്റുഡൻസ് ടു ഡ്രോ എ കൺസെപ്റ്റ് മാപ്പ്. അപ്പോൾ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് മാപ്പ് ഡ്രോ ചെയ്യാൻ പറയണം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് ഇതിൽ വരുന്നത്? ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നൊരു മീനിങ് എന്ത് തന്നെയാണ്? ടീച്ചർ ആ സമയത്ത് എന്താണ് ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന രീതി തന്നെയാണ് വരുന്നത്. ബാക്കിയൊന്നും വരുന്നില്ല. ഒന്നും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സ്പ്ലനേഷൻ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ അബൌട്ട് എബിലിറ്റി ആൻഡ് എബിലിറ്റി ഗ്രൂപ്പിംഗ്? ടീച്ചേഴ്സ് മേ യൂസ് മൾട്ടി ലെവൽ ടീച്ചിങ് ടു cater to different ability groups. Students learn better in homogeneous groups. For smooth and effective teaching, class should be homogeneous. Children are intolerant and do not accept differences. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈസ് ട്രൂ അബൌട്ട് എബിലിറ്റി ആൻഡ് എബിലിറ്റി ഗ്രൂപ്പിംഗ്. എബിലിറ്റി അതുപോലെ തന്നെ എബിലിറ്റി ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? Teacher may use multi-level teaching to cater to different ability groups. അപ്പോൾ നമ്മൾ എബിലിറ്റി ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ എബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഓരോരോ കുട്ടികൾക്ക് ഓരോരോ എബിലിറ്റിയാണ്. സോ ടീച്ചർ മേ യൂസ് മൾട്ടി ലെവൽ ടീച്ചിങ് ആണ് യൂസ് ചെയ്യേണ്ടത് ടു കാറ്റർ ദ ഡിഫറെൻറ്റ് എബിലിറ്റി ഗ്രൂപ്പ്സ്. അതല്ല കറക്റ്റായിട്ട് വരുന്നത്. ബാക്കിയൊന്നും കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എബിലിറ്റി ആൻഡ് എബിലിറ്റി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല. ക്ലിയർ ആയില്ലേ? അടുത്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ ടീച്ചേഴ്സ് റോൾ ഇൻ എ മിഡിൽ സ്കൂൾ ക്ലാസ് റൂം? Option A, promoting students to compete amongst themselves for the first position, discouraging multiple perspectives and focusing on unidimensional perspective, using PowerPoint presentations to give lectures, providing opportunities for discussions. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ വരിക? ടീച്ചറുടെ റോൾ ഇൻ എ മിഡിൽ സ്കൂൾ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് അല്ലേ? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസ്കഷൻസ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻസ് എല്ലാം നോക്കൂ. എന്താണ്? ആ കുട്ടികളിൽ പ്രൊമോട്ടിങ് സ്റ്റുഡൻസ് ടു കോമ്പീറ്റ് എമംഗ് ദംസെൽഫ് ഫോർ ദി ഫസ്റ്റ് പൊസിഷന് വേണ്ടി എന്താണ് കോമ്പീറ്റ് ചെയ്യിപ്പിക്കുക എന്ന രീതിയാണ്. പിന്നെ ഡിസ്കറേജ്, ഒരിക്കലും നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് കുട്ടികൾ ഉണ്ടാവുന്ന അത് നമ്മൾ ഡിസ്കറേജ് ചെയ്യാൻ പറ്റും. നമ്മൾ എൻകറേജ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ അവിടെ കുട്ടികളിൽ എന്തുണ്ടാക്കുന്നു? ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. സോ ഇതും തെറ്റാണ്. പിന്നെ യൂസിങ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ടു ഗിവ് ലെക്ചേഴ്സ്. അപ്പോൾ ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ മിഡിൽ സ്കൂൾ ക്ലാസ് റൂമിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മളൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് കൂടുതൽ ലെക്ചേഴ്സിന് അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ ഇതിലും യൂസിങ് പവർ പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ ഒരു ടീച്ചിങ് മോഡലിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ടീച്ചറുടെ റോളിനല്ല അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ഒരു
സ്റ്റേറ്റ്മെൻറ്റിൽ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസ്കഷൻസ് എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തതിലോട്ട് പോവാം. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഡ്രോ on one another expertise while working on complex projects related to real life problems in dash classroom. Constructivist, teacher-centered classroom, traditional, then social, constructivist classroom. അപ്പോൾ അത് ഫുള്ളായിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു മീനിങ് ആയിട്ടൊരു സെൻറ്റൻസ് കിട്ടും മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും അപ്പോൾ തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ഒരു കോംപ്ലക്സ് പ്രോജക്ട്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് 2 പേരും കൂടി ചേർന്നിട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ അത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് അല്ലേ. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് പ്രത്യേകം പറയുന്നുണ്ട്. ഡ്രോ വൺ അനദർ എക്സ്പെർട്ടൈസ് വൈൽ വർക്കിംഗ് ഓൺ എ കോംപ്ലക്സ് പ്രോജക്ട്സ് റിലേറ്റഡ് ടു റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഇപ്പോൾ റിയൽ വേൾഡ് പ്രോബ്ലംസിനെ കുറിച്ച് ടീച്ചറും സ്റ്റുഡൻറ്റും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ലേണേഴ്സ് ഷുഡ് നോട്ട് ബി എൻകറേജ്ഡ് ആണ്. ശ്രദ്ധിക്കുക. ടു ask as many questions as possible both inside and outside the class, actively interact with the other learners in group work, participate in as many co-curricular activities as possible, memorize all the answers to questions which the teacher may ask. ഏതായിരിക്കും വരിക? ഷുഡ് നോട്ട് ബി എൻകറേജ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇതിലും ഡൗട്ട് വരാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ കുട്ടികളെ മാക്സിമം എല്ലാത്തിലും ആക്റ്റീവായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരെ നമ്മൾ എൻകറേജ് ചെയ്യുക. അതുപോലെ ഇൻസൈഡ് ദ ക്ലാസ് റൂം ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ഒക്കെ ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക. മീൻസ് അവരുടെ ഡെയിലി ലൈഫുമായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനോട് ഉദ്ദേശിക്കുന്നത്. സോ ഇതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പറയുക എന്ന രീതി ഒരു മെമ്മറൈസേഷൻ, റോട്ട് മെമ്മറൈസേഷൻ ഒന്നും നമുക്കിപ്പോൾ പറയുന്നില്ല അല്ലേ. സോ ഓപ്ഷൻ ഡി തന്നെയാണ് ഇതിൽ. നോട്ട് ടു എൻകറേജ് ടു മെമ്മറൈസ് ഓൾ ദ ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് വിച്ച് ദ ടീച്ചർ മേ ആസ്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും 10 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. എന്തെങ്കിലും പോയിന്റ്സ് ചിലപ്പോൾ എക്സ്ട്രാ കിട്ടുവാണെങ്കിലും വിചാരിച്ചാണ്. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലത് എനിക്കറിയാം നിങ്ങൾക്ക് കിട്ടുമെന്ന്, ചിലപ്പോൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും എന്നുള്ള കാര്യങ്ങൾ ചില ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒത്തിരി ടൈം വേസ്റ്റ് ആക്കിയ കാര്യം നിങ്ങളൊക്കെ പഠിക്കുന്ന തിരക്കിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുവാണ് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്പറോ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. കീപ് വാച്ചിങ് ഓൺ. താങ്ക് യു.